أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം സാധാരണ എല്ലാവരും ചർച്ച ചെയ്ത് എപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഏതൊരു സംഗതിയും ലക്ഷ്യം അല്ലാത്ത വേറൊന്നില് അള്ളാഹ് സൃഷ്ടിച്ചത് കൊണ്ട് നടക്കാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് വെള്ളം അത് ഒഴുകണ നിലയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെ ഉരുട്ടിയിട്ട് നടക്കൽ കുറച്ച് പണിയാണ്. അതിന് ഐസാക്കേണ്ടി വരും, വളർന്നെങ്കിലും ആക്കേണ്ടി വരും, എന്നാലേ കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ. അതേസമയത്ത് തീ കത്താൻ വേണ്ടി സൃഷ്ടിച്ചാണ്. അതിനോട് തണുപ്പിന് ഉപയോഗിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ മനുഷ്യനെ വിവാദത്തിന് വേണ്ടി സൃഷ്ടിച്ചതായതുകൊണ്ട് വേറൊന്നാക്കുക എന്നുള്ളതാണ് പണിയുള്ളത്. എന്ത് ലക്ഷ്യത്തിന് സൃഷ്ടിച്ചോ അതാണ് എളുപ്പമുള്ളത്. മറ്റത് ഒരുപാട് പണിയെടുത്തിട്ട് വേണം അതിനെ മാറ്റാൻ വേണ്ടി. എന്നാൽ അതേ സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഗതി, അള്ളാഹ് സൃഷ്ടിച്ച വിഭാഗത്തിനാണെങ്കിലും ആൾക്കാർ വേറെ പലതൊക്കെയാണ് കാണുന്നത്. വിഭാഗത്തിന്റെ വ്യാപ്തമായ അർത്ഥത്തിൽ വിഭാഗത്ത് മാത്രമല്ല, നിസ്കരണവും മാത്രമല്ല, അള്ളാഹ് വിഭാഗത്തിന്റെ ശരിക്കുള്ള അർത്ഥം വേറൊരു സംഗതിയുടെ അടയാളം സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് അള്ളാഹുവിന്റെ അടയാളങ്ങൾ സ്വജീവിതത്തിൽ സ്വീകരിച്ച് അള്ളാഹിന്റെ സിഫത്തുകൾക്കനുസരിച്ച് ജീവിതത്തെ മാറ്റുക. അപ്പൊ നമ്മള് സംസാരിച്ചാൽ അള്ളാഹു സംസാരിച്ചതിന്റെ ഭാഗമായിരിക്കണം. നമ്മൾ നടന്ന അള്ളാഹു നടന്നതിന്റെ ഭാഗമായിരിക്കണം. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ഏതെങ്കിലും ഒരു സിഫത്തിന്റെ പ്രകടനമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതാണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ നക്ഷ്, അള്ളാഹുവിന്റെ അടയാളങ്ങൾ സ്വാംശീകരിച്ച് സ്വന്തം കൊണ്ടുവരാം. പക്ഷെ ഈ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോഴേ ലോകത്ത് നേരെ തിരിച്ചാണുള്ളതാണ്. അപ്പൊ അള്ളാഹ് തോറ്റോ എന്നൊരു സംശയം. സൃഷ്ടിച്ചത് അള്ളാഹ് വിവാഹത്തിന് വേണ്ടിയാണ്. പക്ഷെ ജനങ്ങളിൽ ഭൂരിഭാഗവും നമ്മൾ കാണുന്നത് നേരെ തിരിച്ചാണ്. അപ്പൊ അള്ളാഹിന്റെ ലക്ഷ്യത്തിൽ അള്ളാഹ് പരാജയപ്പെട്ടു എന്നുള്ളൊരവസ്ഥ വരും. നമ്മളാരും നമ്മളൊരു ലക്ഷ്യത്തിൽ പരാജയപ്പെടും നമുക്കത് സഹിക്കാൻ കാര്യമില്ല. നമ്മളൊരു കാര്യത്തിന് വേണ്ടി പണിയെടുത്താൽ അതിൽ പരാജയപ്പെട്ട് നമുക്ക് സംഭവിക്കാൻ കഴിയുന്നില്ല. പിന്നെ അള്ളാഹ് അത് പരാജയപ്പെടും. അതിൽ രണ്ട് വിധത്തിൽ അതിനെ അനലൈസ് ചെയ്തിരിക്കുകയാണ് ഖലീഫത്തുൽ മസീഹ് സാനി. ഞാൻ എടുക്കുന്ന ക്ലാസ് മിൻഹാജു താലിബീൻ, നജാത്ത്, ഇർഫാന ഇലാഹി, ഈ 3 പുസ്തകങ്ങളും അതിന്റെ കൂടെ തക്ബീർ ഇലാഹി, മലായികത്തുള്ളൂടെ ഒന്ന് ചില ഭാഗങ്ങളും, ഈ 3 പുസ്തകക്കാർ 3 മുഴുവൻ വരും. അതേസമയത്ത് മലായികത്തുള്ള തക്ബീർ ഇലാഹിന്റെ അടിയിൽ ആവശ്യത്തിനനുസരിച്ച് വെക്കും. അങ്ങനെ 4-5 പുസ്തകങ്ങളുടെ ഒരു സംക്ഷേപമായിട്ടാണ് എടുക്കുന്നത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഓരോ പുസ്തകങ്ങളും ഓരോന്നോരോന്ന് എടുക്കണതാണ്. പക്ഷെ അപ്പൊ ചിലപ്പോൾ എൻ്റെ ഇവിടുത്തെ കാലം കഴിയും തോന്നില്ല, എൻ്റെ കൂടെ നിൽക്കും തോന്നില്ല. കൊല്ലങ്ങളും എടുക്കും. ഞാൻ പലപ്പോഴും ക്ലാസ് തുടങ്ങി വെച്ചാൽ അതങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റിയ സംഗതിയല്ല. അതിൽ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിയുന്നതും സംക്ഷേപിക്കാൻ ശ്രമിക്കും എന്ന് വിചാരിച്ച് അതിൽ ആവശ്യമുള്ള വിശദീകരണങ്ങൾ ഒഴിവാക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് വിവാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സമൂഹം വിവാദത്തിനല്ലാതെയും കാണപ്പെടുന്നു എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യാം. ഖലീഫത്തുൽ മസീഹ് സാനി അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒന്ന്, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എങ്ങനെ ഓടിയാലും അവസാനം അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുള്ളൂ. ആരാണ്ടും പോവല്ല. അവിടെ ചെന്നാൽ നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത് അതിലേക്ക് അള്ളാഹ് എത്തിക്കും. അത് ശിക്ഷയ്ക്ക് ശേഷമാണോ അതിന്റെ മുമ്പാണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തീരുമാനിക്കേണ്ടത്. നരകത്തിൽ ഇട്ടതിന് ശേഷമാണെങ്കിലും പിന്നെ ചെന്ന് അള്ളാഹിന്റെ അടുത്തേക്ക് എത്തണം. എന്ത് ലക്ഷ്യത്തിനാണ്? അള്ളാഹിനെ സംബന്ധിച്ച് ഇത് പ്രശ്നമൊന്നുമില്ല. ഇവിടെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാലും ചൂണ്ടലിട്ടെടുത്ത് മീനെ പിടിക്കും പോലെയാണ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എത്ര ഓടിയാലും അവസാനം ഒരു പിടുത്തം പിടിച്ചാൽ കയ്യിൽ വരും. അത് അവസാനം മരണത്തോടുകൂടി നമ്മളെ ഈ സ്വാതന്ത്ര്യം അവസാനിക്കും. അതിനുശേഷം അള്ളാഹിന്റെ അടുത്തേക്ക് എത്തും. ഖലീഫത്തുൽ മസീഹ് അവ്വലുൽ അൻഹു നരകവും സ്വർഗത്തെ കുറിച്ചിട്ടൊരു ആളോട് സംസാരിക്കുമ്പോഴേ, ഹിന്ദുവാണ്, സംസാരിക്കുമ്പോൾ പറഞ്ഞ് അവസാനം എല്ലാവരും സ്വർഗത്തിലേക്കാണ് എത്താം. കാരണം ആദ്യം ഇപ്പൊ നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമ്മളൊരു മഴ കൊണ്ട് പനി പിടിച്ചാൽ പെൻസിലിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷനും മരുന്നും തന്നിട്ട് നമ്മൾ ശരിയായി കഴിഞ്ഞാൽ രണ്ടാമത് പഴയ ആരോഗ്യ നിലയിലെത്തും. ഇതേപോലെ ഇവിടെ നമ്മൾ ചെയ്ത തെറ്റുകളുടെ പരിണിതി എന്ന നിലയിൽ നടത്തുന്ന ചികിത്സയാണ് നരകം. അതിനുശേഷം പിന്നെ നമ്മൾ അള്ളാഹിന്റെ അടുത്തേക്ക് തന്നെയാണ് എത്തേണ്ടത്. നമ്മൾ എന്ത് ലക്ഷ്യത്തിനാണ് സൃഷ്ടിച്ച് ആ ലക്ഷ്യത്തേക്ക് തന്നെ അള്ളാഹ് എത്തിക്കും. പക്ഷെ അത് എത്തിക്കുമ്പോഴേ അത് എപ്പോ ഒരാൾ പറഞ്ഞു അപ്പൊ പിന്നെ എളുപ്പ പ്രശ്നമൊന്നുമില്ലല്ലോ, ഞാനും നിങ്ങളും അങ്ങനെ തന്നെയാണല്ലോ എത്തുക, അപ്പൊ മുസ്ലിം ആയിക്കോളാം നിർബന്ധമല്ലല്ലോ എന്നാണ്. ഖലീഫത്തുൽ മസീഹ് അവ്വൽ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ രണ്ടാളും പുറത്തേക്ക് പോകാൻ നിൽക്കരുന്ന്. ടൗണിലെത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ചെരുപ്പെടുത്ത് നിങ്ങളെ മോന്തകര അടിയടിക്കട്ടെ വെച്ച്.
അതെന്തിനാന്ന് വെച്ചാൽ പറഞ്ഞല്ല, അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ മോന്തിന്റെ മോന്തി വരെ മാറ്റനല്ലേ. അടിക്കുമ്പോഴുള്ള പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ 4 ആളെ വിളിച്ചിട്ട് മോന്തകരാണ്ട് തരാനാന്ന് തരും. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ആളെ മോന്ത വരെ മാറ്റി തന്നെയല്ലെന്ന് വെച്ച്. അപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പം എനിക്ക് മനസ്സിലായി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വേണോ വേണ്ടെന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഒന്ന് അങ്ങനെയാണ് അനലൈസ് ചെയ്തത്. പിന്നൊന്ന് അനലൈസ് ചെയ്തത് ലോകത്ത് നന്മയാണ് കൂടുതൽ, നമ്മൾ വിചാരിക്കുന്ന തിന്മയാണെന്നാണ്. അത് നമ്മളൊരു തെറ്റായ ധാരണയാണ്. അതിനെങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ, ജനങ്ങളുടെ ഇടയിലുള്ള നന്മകളൊക്കെ എടുത്ത് നോക്കിയാൽ തിന്മകൾ എടുത്ത് നോക്കിയാൽ തിന്മ കുറവായിരിക്കും, നന്മയാണ് കൂടുതലുള്ളത്. ഇനി ഒന്നുകൂടെ ഡീപ്പായിട്ട് പോവാം. ലോകത്തുള്ള ഏറ്റവും വലിയ കേടിനെടുത്തു, ഏറ്റവും വൃത്തികെട്ടോനെ, അവനിലും നന്മയാണ് കൂടുതൽ, തിന്മ കുറച്ചുള്ളൂ. ഇത് ഖലീഫത്തുൽ മസീഹ് സാനി ഓരോരുത്തരെടുത്ത് അനലൈസ് ചെയ്ത് പറഞ്ഞാണ്. ലോകത്തുള്ള ഏറ്റവും കേടി എടുത്താലും അവനിലും നന്മയാണ് കൂടുതൽ, തിന്മ കുറവാണ്. നമ്മൾ തിന്മ കാണുന്ന നമ്മുടെ കണ്ണിനുള്ള കുഴപ്പമോ നമുക്കതിലുള്ള ആകൃഷ്ടത, ഒരു വെള്ളത്തുണിയിൽ ചെറിയൊരു കറണ്ടി അത് എടുത്തു കാണിക്കും. ഇതുപോലെ എത്ര നല്ല മനുഷ്യനാണെങ്കിലും ചെറിയ കറണ്ടി അത് വലുതായി കാണിക്കുന്നു എന്നുള്ളതാണ്. എത്ര നല്ല ആളാണോ കൂടുതൽ നന്നായി കാണിക്കും, ഇത്രേ ഉള്ളൂ. നിമോലവി കൽക്കുളത്ത് ഒരു നടന്നൊരു സംഭവം പറയാറുണ്ട്. നമ്മളെ കുടുംബത്തിലോ തുപ്പിക്കാരന്മാരാണ് 2 ആള് വെടിക്കുവാണ് മറ്റേ നായട്ടിന് പോവാണ്. അപ്പോൾ വഴിക്കടവിന്റെ ഏരിയ കഴിഞ്ഞ് ഗൂഡല്ലൂരിന്റെ ഏരിയയിലേക്ക് തമിഴ്നാടിന്റെ അതിർത്തി കിടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എന്താ വെച്ചാൽ എൻ്റെ തോക്കിന് ഇതുവരെയുള്ള ലൈസൻസ്. അപ്പോൾ മറ്റയാൾ പറഞ്ഞു എന്ത് ലൈസൻസിന് പോകണമെന്നാണ്. അപ്പോൾ അയാളെടുത്ത് കള്ളത്തോക്കുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലൈസൻസ്, അതുവരെ ലൈസൻസ് ഇല്ലാത്ത ആൾക്ക് ഇനി അവിടെ നിന്ന് ലൈസൻസ് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് തോക്ക്, എന്ത് ലൈസൻസ് ഒക്കെ ഇപ്പൊ നോക്കണേ കാട്ടുപെരുമ്പോന്നാണ്. അപ്പൊ ഇതേപോലെ ആരെങ്കിലും എപ്പോഴും കുരുത്തക്കേട് ചെയ്യുന്ന ഒരാൾക്ക് ലൈസൻസിന് പ്രശ്നം ഉണ്ടാവും, ആൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. മറ്റവന് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യുമ്പോൾ ആൾ വലുതായിട്ട് നമുക്ക് കാണാം. അത് ലൈസൻസ് ഉള്ള ആൾക്കാണ് ഇത് പ്രശ്നമുള്ളത്, ഇല്ലാത്തതിന് പ്രശ്നമില്ല. പക്ഷേ ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്ന ആരെ എടുത്ത് നോക്കിയാലും, ലോകത്തെ ഏറ്റവും വലിയ തമ്മാടിനെ എടുത്ത് നോക്കിയാലും അയാളിലും നന്മയാണ് കൂടുതൽ. അപ്പം അള്ള തന്നെയാണ് ജയിച്ചിട്ടുള്ളത്, വേറെ ആരുമല്ല. ഇനിയിപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, എന്തിന് ഈ വലിയ അള്ള ഒരിക്കലും തോൽക്കില്ല. നമ്മൾ കൽപ്പിച്ചൂട്ടി അള്ളാനെ തോൽപ്പിക്കാൻ വേണ്ടി മെനക്കെടും പോലെയാണ്. നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് വിട്ടിട്ട് അവിടുന്ന് നമ്മൾ അറിയാതെ ചെയ്യുന്നു. അവിടെ ഉള്ളൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് പറയാൻ എളുപ്പമാണ്, പ്രാക്ടിക്കൽ ലൈഫിൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനൊരു എന്തൊരു ഇതുണ്ട്, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, ഒരു വേ ഉണ്ടായിരിക്കും. അതെന്തെന്ന് കണ്ടുപിടിക്കാനുള്ള പ്രശ്നമാണ് നമുക്കുള്ളത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലത്തിന്റെ ഖലീഫമാരും മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളതുകൊണ്ട് നമ്മളൊരു നബിയെ അംഗീകരിച്ചവരാണ്. നമ്മള് ഒരു നബിന്റെ കൂടെ നടന്ന് സ്വർഗത്തിന്റെ വഴിയെ കണ്ടെത്തേണ്ട ആൾക്കാരെ, നമുക്കത് കിട്ടിയിട്ടില്ലേ പിന്നെ ഞാർക്കും കിട്ടാല്ല. അപ്പൊ നമ്മൾ സാധാരണക്കാരനെ പോലെയല്ല, നമ്മൾ വളരെയധികം വലിയൊരു മഹത്വത്തിന്റെ അള്ള തെരഞ്ഞെടുത്ത ആൾക്കാർ, വളർന്നില്ല. അതെന്തിനു തെരഞ്ഞെടുത്തു, എങ്ങനെ തെരഞ്ഞെടുത്തു ഒന്നും നമുക്കറിയില്ല. പക്ഷെ എന്തെങ്കിലും ഒരു നന്മ ഇല്ലാതെ അഹമ്മദിയത്ത് കിട്ടൂല എന്ന് മസീഹ് മൗഊദ് പച്ചയിൽ പറഞ്ഞാണ്. അപ്പൊ നമുക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. നമുക്ക് എന്തോ ഒരു നന്മ അള്ളാനെ കിട്ടാൻ വേണ്ടി അള്ള നമ്മളിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അള്ള നമ്മളെ തെരഞ്ഞെടുക്കുക. ഇതിൽ യാതൊരു പതിരും ഇല്ലാത്തൊരു വാക്കാണത്. ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ട്, അതിൽ നമ്മളെ മാത്രം തെരഞ്ഞെടുത്ത് വാപ്പ അഹമ്മദിയായിട്ട് മക്കളായി വന്നാലും ശരി, അങ്ങനെ മക്കളല്ലാത്ത എത്ര ആൾക്കാരുണ്ടല്ലോ. അഹമ്മദിയായിട്ട് വലിയ വലിയ ആൾക്കാരായിട്ടും മക്കളെ തെരഞ്ഞെടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഏത് ആംഗിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളവ തെരഞ്ഞെടുത്തത് ഒരു വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണും. പിന്നെ കാണേണ്ടത് എങ്ങനെ എന്നുള്ളതാണ്. മസീഹ് കാലത്താണ് ഒരു സംഭവം. മുൻഷി റഷീദുദ്ദീൻ സാഹിബ് പറഞ്ഞ വലിയൊരു സഹാബി ഉണ്ടായിരുന്നു മസീഹ്. അദ്ദേഹം ഒഴിവ് കിട്ടുമ്പോഴൊക്കെ മസീഹ് അടുത്ത് വന്നിരിക്കും. അതെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് എനിക്ക് സങ്കടം വന്നാൽ ഞാൻ മസീഹ് അടുത്ത് പോയിരിക്കും. അപ്പോൾ കുറച്ചു നേരം ഇരുന്ന് എനിക്ക് സങ്കടം പോകും, പിന്നെ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലും വിഷമം മനസ്സിൽ കുടുങ്ങിയാൽ ഉടനെ മസീഹ് അടുത്ത് പോയി കുറച്ച് കുത്തികൾ, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമായിരിക്കും. പക്ഷെ അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് സാമ്പത്തിക പ്രശ്നമൊന്നും പരിഹരിച്ചിട്ടുണ്ടല്ലോ, പക്ഷെ എൻ്റെ സങ്കടം തീരും. അങ്ങനെ ഞാൻ അവിടെ പോയിരിക്കുന്നു. അങ്ങനെ ഞാനൊരു വക്കീലിനെ വിളിച്ച് കയറുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്ത്. പക്ഷെ തികഞ്ഞ മദ്യപാനിയാണ്. അവൻ അദ്ദേഹത്തോട് എങ്ങനെ മദ്യത്തെ കുറിച്ച് വേണ്ടെന്ന് പറഞ്ഞാൽ, അത് മിക്കവാറും ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ആദ്യം ലേശം കുടിക്കുന്നുണ്ട്, കഴിച്ചിട്ട് നല്ലോണം കുടിക്കും.
അല്ലാതെ ആൾക്ക് ഭക്ഷണം കഴിക്കാം. നമ്മൾ പെപ്സി കുടിക്കണ മാതിരി അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി ഇത് കുടിക്കലാണ് അതിന്റെ പ്രധാന കാരണം എന്നുള്ള ആൾക്കാണ് കക്ഷി നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഉപദേശിക്കും പറഞ്ഞു, നിങ്ങൾ പറയുന്നൊക്കെ ശരി, പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല. അവസാനം അദ്ദേഹത്തിന് ഖലീഫത്തുൽ മസീദിന് കാട്ടിക്കൊടുക്കുക, മസീമോനും കാണിച്ചു കൊടുക്കുക, ജഡ്ജിൽ വിളിച്ചിട്ട് പോയി എന്നാണ്. അങ്ങനെ ചെല്ലുമ്പോൾ ഖലീഫത്തുൽ മസീദ് അവല് ദർസിന് വരുമ്പോൾ ആദ്യം തന്നെ ചവിട്ടി പോയിട്ട് പറഞ്ഞു, അങ്ങനത്തെ ഒരാളെ, ഒരു വക്കീലാണ്, വലിയ ആളാണ്, ഒരുപാട് നല്ല ഗുണങ്ങളുടെ അമര്യത്തിന് വേണമെന്ന് വിചാരിച്ച് തെളിവ് ചെയ്തു. പക്ഷെ കള്ളുടി മാത്രമാണ് ഉപയോഗിക്കില്ല, മദ്യപാനം ഉപദേശിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഹുസൂർ അദ്ദേഹത്തിനൊന്ന് ഉപദേശിക്കണം, ദർസിൽ എന്തെങ്കിലും ഉൾപ്പെടുത്താം. ഭാഗ്യവശാൽ അന്നത്തെ ദർസിൽ ആയത്ത് തന്നെ എത്തി വരുന്ന യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിരി, മദ്യത്തെയും ചൂതാട്ടത്തെയും കുറിച്ച് അവർ ചോദിക്കുന്നു എന്ന ആയത്തിലാണ് ഖലീഫത്തുൽ മസീഹ് വന്ന് നിൽക്കുന്നത്. യാദൃച്ഛികമാണെങ്കിലും അതിനെ കുറിച്ചിട്ട്, മദ്യത്തിന്റെ ദോഷങ്ങളെ കുറിച്ചിട്ട് ഡോക്ടർ എന്നുള്ള നിലയിലാണ് ഖലീഫത്തുൽ മസീഹ് പോലെ പല കാര്യങ്ങളും പറയുന്നത്. റുഹാനിയത്തിന്റെ അന്ന് മസീമോദിനെ കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള ആളെന്നുള്ള നിലയിലും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇനി ഒഴിവായിക്കൂടെന്ന് വെച്ച്. അപ്പൊ പറഞ്ഞ്, നിങ്ങളെ മനസ്സെന്താ പറയുന്നത് വെച്ച്. അതൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലായതിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ല. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ മനസ്സിനോട് ചോദിച്ചു എന്താ ചെയ്യാന്ന്, പക്ഷെ മനസ്സൊന്നും അനുവദിക്കുന്നില്ല. അങ്ങനെ വളരെയധികം മനസ്സ് മട്ടി, ഇളഞ്ഞ് നന്നാക്കാൻ വഴിയൊന്നുമില്ല എന്നുള്ള നിലയ്ക്ക് പോകാൻ നേരത്ത് മസീമോദിനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോവാം എന്ന് വിചാരിച്ച് മസീമോന്റെ അടുത്തേക്ക് പോകണം. മസീമോടൊപ്പം ബസ് മൗറിൽ തോട്ടത്തിലിരിക്കുക. അന്നെന്തോ കുറച്ചു കാലമായിട്ട് മസീമോദ് തോട്ടത്തിലാണെന്ന് താമസിക്കുന്നത്. ബസ് മൗറുടെ അവിടെ മസീമോന്റെ തോട്ടമായിരുന്നു, അവിടെ ചെറിയ വീടുണ്ടായിരുന്നു, അവിടെ മസീമോദ് കുറച്ചാലും താമസിക്കും, കുറച്ചാലും പുറത്ത് താമസിക്കും. അപ്പോൾ ചൂട് കൂടുതലുള്ള സമയത്തും ചിലപ്പോൾ പ്രത്യേക രോഗങ്ങളുടെ പ്രശ്നമൊക്കെ കാരണം അവിടെ പോയി താമസിക്കാറുണ്ട്. അവർ കട്ടിലിൽ മസീമോദ് സ്വലാത്തു വസ്സലാം ഇരിക്കുന്ന ഇവർ പെട്ടെന്ന് വന്നപ്പോൾ മസീമോദ് എണീറ്റ് എല്ലാവരും സ്വീകരിച്ച്. ആൾ വന്നപ്പോൾ മസീമോദിനോട് ഇതൊന്നും പറഞ്ഞില്ല. ഖലീഫത്തുൽ മസീദിനോട് ഈ കാര്യം നടക്കും, മസ്ജിദ് മുബാറക്കിൽ വെച്ച് ദർസ് നടക്കുന്നു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം മസീമോനെ കാണാൻ വേണ്ടി വരുന്നത് അസ്ർ കഴിഞ്ഞിട്ട്. അപ്പൊ മസീമോദ് സ്വലാത്തു വസ്സലാം ഒരു കഥ, ഒരു സാധാ കഥ അങ്ങനെ പറയാം. ഒരു രാജാവ് ഉണ്ടായിരുന്നു, അയാൾ മണ്ണ് തിന്നുന്ന സ്വഭാവമാണ്. അപ്പോൾ മണ്ണ് തിന്നുന്നതനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മിനിസ്റ്റേഴ്സും പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ മണ്ണിനെ കുറിച്ച് നല്ലോണം പുകഴ്ത്തി പറയും. രാജാവ് അങ്ങനെയാണ്, മണ്ണ് ഭയങ്കര അങ്ങനെയുള്ളതാണ്, മണ്ണെന്നാണ് മനുഷ്യനുണ്ടാക്കിയത്, മണ്ണാണ് പിന്നെ എല്ലാ കാര്യത്തിനുള്ള കാര്യം, മണ്ണുള്ളതുകൊണ്ടാണ് വീടുള്ളത്, മണ്ണുള്ളതുകൊണ്ടാണ് അതുള്ളത്, മണ്ണുള്ളതുകൊണ്ടാണ് ഭൂമിയുള്ളത്, മണ്ണുള്ളതുകൊണ്ടാണ് മനുഷ്യനുണ്ടായത്, മണ്ണുള്ളതുകൊണ്ടാണ് പിന്നെ എല്ലാ പഴങ്ങളും ഉണ്ടാകുന്നത്, മണ്ണെന്നാണ് എല്ലാ ഭൂമിയിലുള്ള എല്ലാ സാധനം ഉണ്ടായത്, മണ്ണില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. ഇങ്ങനെ ഇയാളും പറയും, എൻ്റെ ഒപ്പം മിനിസ്റ്റർമാരും കൂടെ പറയും. അത് ബൈഗൺ കെ ഗുലാം എന്ന് പറഞ്ഞിട്ടൊരു ഉറുദുവിലെ ചൊല്ലുണ്ട്, ചൊല്ലുമ്പോൾ പിന്നെ പറയാം. അതായത് പിന്നെ അവസാനം എല്ലാ മിനിസ്റ്റർമാരും ഇയാളെയും പുകഴ്ത്തും മണ്ണിനെയും പുകഴ്ത്തും. അങ്ങനെ പുകഴ്ത്തി ലാസ്റ്റ് എന്തായിന്ന് വെച്ചാൽ പിന്നെ ഇയാൾ അസുഖം പിടിച്ച് ചാവാനായി. അപ്പോൾ ആൾക്കാർ ചോദിച്ചു എന്താണ് അവസ്ഥ വെച്ചാൽ പറഞ്ഞു, മണ്ണ് തിന്നിട്ടല്ലേ. അല്ല, മണ്ണിന് ഞാനല്ല തിന്നത്, മണ്ണ് ഇന്നെയാണ് തിന്നത് എന്നാണ്. ഇനി ബാക്കിയൊന്നുമില്ല എന്നാണ്. ഭക്ഷണം കഴിക്കാനും കഴിയില്ല, വേറൊന്നും കഴിയില്ല, പല അസുഖങ്ങളും. ഖലീഫത്തുൽ മസീഹ് ഔവലിനെ കുറിച്ച് പറയുമ്പോൾ ആ രോഗങ്ങൾ മുഴുവൻ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ മസീമോദ് സ്വലാത്തു വസ്സലാം ഈ കഥ അങ്ങനെ വിവരിക്കുമ്പോൾ ഇയാളും ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ വന്ന ആള് ഇയാൾക്കൊന്നും അറിയില്ല, അയാൾ കള്ളുടി മാറ്റാൻ വേണ്ടി മറ്റാൾ കൊടുത്ത് മസീമോദ് എന്തെങ്കിലും പറയണേ ആയിക്കോട്ടെ, മസീമോനോട് പറയണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ മസീമോദ് ഒന്നും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ മർമ്മം ഈ കഥയിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അതാണ് ഞാനിത് എടുത്തു പറയുന്നത്. അങ്ങനെ മസീമോദ് സ്വലാത്തു വസ്സലാം കഥ പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞ് അങ്ങനെ രാജാവ് ചാവേണ്ട കണ്ടീഷനിലായി. അപ്പൊ എല്ലാവരും മണ്ണിനെ കുറിച്ചിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ പറയൽ തുടങ്ങി. രാജാവും പറഞ്ഞു മണ്ണിനെ കുറിച്ച്, അപ്പൊ ആൾക്കാരും പറയൽ തുടങ്ങി. കാരണം അങ്ങനെയുള്ള രാജാക്കന്മാരെ ചെയ്യലും അതിനൊപ്പം മിനിസ്റ്ററും തുടങ്ങും. കുറെ കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു, ഇയാൾ പറഞ്ഞു എന്നെ ആർക്കും വേണമെങ്കിലും ചികിത്സിക്കാം, പക്ഷെ മണ്ണ് തിന്നരുത് എന്ന് മാത്രം പറയാൻ പറ്റില്ല, അതെനിക്ക് പറ്റില്ല. കള്ളുടിയും പറയുമ്പോൾ തന്നെ വേറെ എന്ത് വേണമെങ്കിലും പറയാം, അത് മാത്രം പറയാതെ എന്ത് ചികിത്സയും ചെയ്യാം. ആ ലോകത്ത് പലരും ചികിത്സിച്ചുകൊണ്ടിരുന്ന്, പലരും പല വൈദ്യന്മാരും ചികിത്സിച്ചു, പക്ഷെ മണ്ണ് തിന്നരുത് പറയാൻ പാടില്ല, ഇയാളതൊന്നും ചെയ്യും. അങ്ങനെ തുടങ്ങി. പുറത്തുനിന്ന് ഒരു രാജകുമാരൻ അവിടെ വന്നിട്ട് ഏതൊരു കാരണത്താൽ നാട്ടിൽ യാത്ര ചെയ്ത് വന്ന് അവിടെ നിൽക്കാണ്. മസീദ് തുറന്ന് കഥ പറയുന്നത് ഇങ്ങനെയാണ്. പിന്നെ ആ രാജകുമാരന് ഈ രാജാവിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. അത് പറഞ്ഞ അയാളെ ഉപദേശിക്കേണ്ട മാതിരി നല്ല ഭാഷയിൽ ഉപദേശിക്കാത്തതുകൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്, ചികിത്സിക്കേണ്ട മാതിരി ചികിത്സിക്കാത്തതുകൊണ്ടാണ്. അയാളെ 10 മിനിറ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ അയാളെ ചികിത്സിച്ചിരുന്നു പറഞ്ഞു. അങ്ങനെ എങ്ങനെ രാജാവിന്റെ ചുവട്ടിലെത്തിയത്, രാജാവ് ഈ രാജകുമാരനെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞു. ആ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യണോ, അതായത് രഹസ്യമായിട്ട് ചെയ്യണോ, അതോ പരസ്യമായിട്ട് ചെയ്യണോ വെച്ച്. അപ്പോൾ രാജാവിന് ചെറിയ പേടിയാണ്, രഹസ്യ നല്ലതാണ്, പരസ്യം എന്തെങ്കിലും നമ്മൾ അവിടെ മക്കളാക്കിയാൽ നിങ്ങൾ വിചാരിച്ചിട്ട് രഹസ്യം ആയിക്കോട്ടെ എന്നോ.
എന്നാ വരുന്നാണ് വാലൊക്കെ അടച്ച്. വാലൊക്കെ അടച്ചിട്ട് പറഞ്ഞ് മര്യാദക്ക് ഈ രാജ്യം വിട്ടെന്ന, എനിക്ക് ഒരു അർഹത എനിക്കില്ല. അപ്പൊ ഇയാൾ പെട്ടെന്ന് എന്തെങ്കിലാണ് പറഞ്ഞത്, ഒരു മണ്ണിന്റെ വില മനുഷ്യന്മാര് തുപ്പി നടക്കണം, തൂറി നടക്കണം, ഒന്നിനും പറ്റാത്ത ചവിട്ടി നടക്കണം, മണ്ണ് ഒഴിവാക്കാൻ വയ്യാത്ത നീയെ ഈ രാജ്യത്തിന് ആക്രമിക്കാൻ എന്തെങ്കിലും ഒരു രാജാവോ മറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നീ നിന്റെ മണ്ണിന്റെ പിന്നാലെ നടക്കൂലേ? അതിനും കൂടി എന്നെ കൊണ്ട് കഴിയില്ല. ഈ നാട്ടിനെ നീ എന്ത് സംരക്ഷിക്കാനാണ്? നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും നാട്ടിന്? ഒരു വളരെ നിസ്സാരമായ ചവിട്ടി തൂപ്പി തൂറി നടക്കണം, മണ്ണ് തിന്നൽ ഉപയോഗിക്കാൻ പറ്റാത്ത നിന്നെ കൊണ്ട് ഇത് വിട്ടുപോവല്ല, മനുഷ്യന് നന്നായിട്ട് ഭരിക്കട്ടെ എന്നാണ്. അപ്പൊ ഇയാൾ പറഞ്ഞില്ല, ഞാൻ മണ്ണൊന്നുമില്ല. അപ്പൊ തന്റെ നില എന്താണ് എന്നത് ഇതിന് മനസ്സിലായി. അങ്ങനെ അഭിമാന വിജൃംഭിതനാവുക എന്ന് പറയും സാധനം. നല്ലൊരു വാക്ക് എനിക്കറിയില്ല വേറെ. അഭിമാനത്തിനെ പിന്നെ ചോദ്യം ചെയ്തിട്ട് അത് പൊട്ടിപ്പോവാം, എവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ നിൽക്കാം. അങ്ങനെ നിന്ന് അയാൾ മണ്ണ് ഒഴിവാക്കി. എന്നിട്ട് പുറത്ത് വന്നാണ്. പുറത്ത് മണ്ണൊക്കെ ഒഴിവാക്കി അയാൾ അസുഖം മാറി, സൗകര്യമായിട്ട് മാറി. ഇത് കഴിഞ്ഞപ്പോ ഈ കഥ പറയുന്നത് ആരോടാണ്? കള്ളുടിയനോടാണ്. അവർ വന്നിരിക്കുകയാണ്. അയാൾ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ നിൽക്കൊണ്ട് കള്ളുടിക്കില്ല, ഇന്നാണ് എനിക്കെന്റെ വില അറിഞ്ഞത്, ഞാൻ ഇതിന്റെ കള്ളുടിക്കില്ല. മുൻഷി റഷീദുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല പറയാണ്, ഞാൻ ഒരിക്കലും മസീമോദിനോട് പറഞ്ഞിട്ടില്ല. മസീമോദിനെ അറിയാനുള്ള ചാൻസും ഇല്ല, ദർസ് നടന്നത് അവിടെയാണ്, ഇവിടെ ആരും വന്നിട്ടില്ല, ഞങ്ങൾ തന്നെ വന്നിട്ടുള്ളൂ. അപ്പൊ മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അടുത്ത് വരുന്ന ആളുകളെ പിന്നെ അവരുടെ മനസ്സിനെ തൊട്ടറിഞ്ഞ് അവർക്ക് നൽകേണ്ട ചികിത്സയാണ് നൽകിയത്. അതുകൊണ്ടാണ് അതിന് എഫക്റ്റ് അത്രയുണ്ടായത്. ആ ഒരു ഖുവ്വത്തെ ഇരാദി എന്ന് പറയും, എന്താ പറയാ, പിന്നെ ഇച്ഛാശക്തി, അതിനെ തൊട്ടുണർത്തി മസീമ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് ചികിത്സ നൽകി. അത് മസീമദിന്റെ റൂഹാനി തവജ്ജു എന്നാണ് അതിന് മുൻഷി റഷീദ് സാഹിബ് പറയുന്നത്. അത് വായിച്ചത് ദിക്റെ ഹബീബ് എന്നുള്ള ഗ്രന്ഥത്തിലാണ്. അപ്പൊ പിന്നെ ആത്മീയമായ സത്വര ശ്രദ്ധ എന്ന് പറയുന്നു. മലയാളത്തിൽ നമുക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതൊന്നും അല്ല സാധനം. തവജ്ജു എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വജ്ഹ് അങ്ങോട്ടാക്കാം, അങ്ങോട്ട് തിരിച്ചു വെക്കുന്നത് തവജ്ജു എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ ആത്മീയമായിട്ടുള്ള ഒരു സത്വര ശ്രദ്ധ മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖിയാമത്ത് വരെയുള്ള എല്ലാ അഹമ്മദികളുടെ മേലും ഉണ്ടാവും, അല്ലാതെ തർക്കമില്ല. ആ ഒരു ശ്രദ്ധ കൊണ്ട് മാത്രമാണ് നമ്മൾ ആത്മസംസ്കരണം നമുക്ക് കിട്ടുക, വേറെ നമ്മുടെ കഴിവുകൊണ്ടല്ല. ഇതിന്റെ മർമ്മം അവിടെയാണ്. മസീമദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഒരു ശ്രദ്ധ കിട്ടുക എന്നുള്ളത് അഹമ്മദിയാകാൻ നമുക്ക് കിട്ടിയ ഭാഗ്യവും രണ്ടും കൂടി ഒന്ന് കൂട്ടി വെക്കണം. നമ്മളൊരു മണ്ണൊഴിവാക്കാൻ പറ്റാത്ത രാജാവിനെ പോലെ എന്തോ ഒരു മഹാഭാഗ്യം കൊണ്ട് എന്തോ നമ്മളിലുള്ള ഒരു നന്മ കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ മുഅല്ലിം അത്രയും വലിയൊരാൾ, അതൊരിക്കലും ഒന്നും അറിയാത്ത ഒരു മനുഷ്യന്റെ കള്ളുടിയെ കുറിച്ച് അറിയുകയും അയാൾക്ക് വേണ്ടി ഉപദേശം കൊടുക്കുക, അയാളെ മാറ്റും ചെയ്തു. ഞാൻ 2 തട്ടിലുള്ള സംഭവം എടുത്തതിനാണ്. ഖലീഫത്തുൽ മസീഹ് അവ്വല് അതിനെക്കുറിച്ച് പഠിച്ച ടോപ്പിലെ ഡോക്ടർ, ഖുർആനെ കുറിച്ച് ഏറ്റവും ടോപ്പിൽ അറിയാവുന്ന ആൾ, ആത്മീയ ശ്രദ്ധയുള്ള ആൾ. പക്ഷെ അവിടെ വരെ മാറ്റാത്തൊരു സംഗതിയാണ് മസീമ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കഥയിൽ നിന്ന് ഇയാൾ മാറുന്നത്. ഇതിന് ഒരു പ്രത്യേക കഴിവ് മസീമ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. മസീമ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റൈറ്റിങ്സിനും ആ കഴിവുണ്ട്. എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും ഇനി എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് അഹമ്മദിയ ജമാഅത്ത് ലോകത്ത് മുഴുവൻ നിൽക്കണം. എങ്ങനെ ഒരു അഹമ്മദിനെ എടുത്തു നോക്കിയാലും എത്ര വൃത്തികെട്ട അഹമ്മദിയാണെങ്കിലും അവൻ്റെ നന്മകളാണ് കൂടുതൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ വൃത്തികെട്ട സാധാരണ മനുഷ്യൻ, അഹമ്മദി എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിൽ ഏറ്റവും വലിയ പിന്നെ ഉത്തുംഗ സോപാനത്തിലെത്തിയ ഒരു വ്യക്തിയെ എടുത്തു നോക്കിയാലും, ഒരു 6 കേടി അഹമ്മദി എടുത്തു നോക്കിയാലും അഹമ്മദിയിലായിരിക്കും നന്മകൾ. അതിന് കാരണം നമ്മൾ കാഴ്ചയിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനുള്ള കാരണം മസീമ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ശ്രദ്ധയാണ്. ഇതെല്ലാ അഹമ്മദികളിലും ഉണ്ട്. ഇത് വാസ്തവത്തിൽ നമുക്കൊരു ഉത്കർഷതാബോധം നമുക്കുണ്ടാക്കുന്ന, ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. വാസ്തവത്തിൽ നമ്മളെ വില അതാണ്. ഇതിനെ മസീമ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഒരു രംഗത്ത് എന്തിനാണ് മസീമ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നതെന്നുള്ളത്, മസീമദ് പിന്നെ പ്രവാചകന്മാരുടെ നിയോഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത്, ഒബറഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കിഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം.
ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥനയാണ് മസീഹ് മൗഊദിന്റെ നിയോഗത്തിന് കാരണം. എന്റെ കൂടെ എത്തുന്നുണ്ടോ എനിക്കറിയില്ല. ഇബ്രാഹിം നബി അള്ളാഹുവെ ഈ സ്ഥലത്ത്, അതായത് കുട്ടികളെ കൊണ്ടുപോയിട്ട് നമ്മളോട് 200-300 കിലോമീറ്റർ അപ്പുറം കൊണ്ടുപോയിട്ടിട്ട് ദുആ ചെയ്യുന്നത് ഇബ്രാഹിം നബി എന്താണ്, ഞങ്ങള് ഈ നാട്ടിലൊരു പ്രവാചകനെ നീ നിയോഗിക്കാം, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുകയോ പരിശുദ്ധീകരിക്കുകയും അതിന്റെ പ്രാക്ടിക്കൽ വശം ലൈഫിൽ എങ്ങനെ കൊണ്ടുനടക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ നിയോഗിക്കണം. ആ പ്രാർത്ഥനയുടെ ഫലമാണ് മസീഹ് റസൂലുള്ളാ നിയോഗിക്കപ്പെടുന്നത്. അതിന്റെ ഫലം തന്നെയാണ് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കുന്നത്. കാരണം റസൂലുള്ളാന്റെ മറ്റൊരു രൂപമാണ് മസീഹ് മൗഊദ്. അപ്പോൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പ്രാർത്ഥനയ്ക്ക് ഇങ്ങനൊരു അസറുകൂടെ ഉണ്ടാവുമെങ്കിൽ അതിന്റെ അടുത്തുള്ള ഭാഗങ്ങൾ ഉണ്ടാവാനുള്ളത് തന്നെയാണല്ലോ. അതായത് 4000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത മസീഹ് മൗഊദ് ഇബ്രാഹിം നബി മരണാനന്തരത്തിൽ ചെയ്ത ഒരു പ്രാർത്ഥന 4000 വർഷങ്ങൾക്ക് ശേഷം അത് സംഭവിക്കുന്നു പ്രവാചകന്റെ നിയോഗത്തോടുകൂടി, മസീഹ് മൗഊദിന്റെ നിയോഗത്തോടുകൂടിയെങ്കിൽ അത് എന്തിനാണ്? ഒരാളുണ്ടാകലല്ലോ നിയോഗം, ലക്ഷ്യമായിരുന്നില്ലല്ലോ. അതുകൊണ്ടൊരു ജനം ഉണ്ടാകലായിരുന്നു, ഒരു സമൂഹം ഉണ്ടാക്കലായിരുന്നു. അപ്പൊ അതും ആ പ്രാർത്ഥനയിൽ അതും ഉണ്ട്. അപ്പൊ ഇബ്രാഹിം നബിയുടെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മസീഹ് മൗഊദിന്റെയും പ്രാർത്ഥനകൾ കൂടെ നമ്മളുടെ കൂടെ ഉണ്ട്. അതൊരു വലിയ ഭാഗ്യം. അതായത് ബാക്കി ആർക്കാണെങ്കിലും അതില്ല, അതും അഹമ്മദികൾക്ക് മാത്രമുള്ളൊരു ഒരു സ്വന്തം സ്വത്താണ്. ഈ ഒരു ഇതില് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നതിന് ശേഷം, ഒരു നബി വന്നതിന് ശേഷം നമുക്കുണ്ടാകുന്ന മാനസിക അവസ്ഥ, ഇനി ഇത് നമ്മളുടെ ഉത്കർഷതാ ബോധമാണ്. അതേസമയത്ത് ഒരിക്കലും അപകർഷതാ ബോധത്തിലേക്ക് പോകേണ്ട ഒരാവശ്യം നമുക്കില്ല. പക്ഷെ നമ്മളെ കുറിച്ചുള്ള ഒരു അവബോധത്താൽ നാം എപ്പോഴും ഒരു വേദന അനുഭവിക്കുന്ന ഹൃദയത്തോടുകൂടി ഉണ്ടായിരിക്കണം. ഹദറത്ത് ഈ മിൻഹാജു താലിബീൻ എന്ന പ്രഭാഷണത്തിൽ ഖലീഫത്ത് മസീഹ് സാനി ഒരു സംഭവം ആയിരിക്കുന്നത്. പിന്നെ ബുർഹാനുദ്ദീൻ സാഹിബ് ജഹലമി മസീഹ് കാലത്തുണ്ടായിരുന്ന വലിയൊരു സഹാബിയ, വലിയ പണ്ഡിതനാണ്. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്തു. അത്തരത്തിലുള്ള മഹാനാണ് അദ്ദേഹം. ബയ്യത്ത് ചെയ്തിട്ട് പിന്നെ നാട്ടിലുള്ള ആളുകളൊക്കെ പാടെ കൂടി, ജഹലമിൽ നിന്ന് നാട്ടിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഖാദിയനിലൊരു കാഫർ വന്നിട്ടുണ്ട്, അയാളെ കാഫർ എന്നുള്ള ഫത്വ നിങ്ങൾ കൊടുക്കണം, അത് നിങ്ങളവിടെ പോയി അന്വേഷിച്ച് വരണം എന്ന് പറഞ്ഞു. ആ നാട്ടുകാരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചാണ് കുഫർ ഫത്വക്ക് അന്വേഷണം നടത്താൻ. അവിടെ വന്ന് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം ബയ്യത്ത് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ പോകുന്ന സമയത്ത് തന്നെ ഹുസൂറിനോട് ദുആ ചെയ്യുമ്പോൾ, പിന്നെ സംസാരിക്കുമ്പോൾ വഫാത്ത് മസീലാണ് സംസാരം. അപ്പോ ഹയാത്ത് മസീനെ കുറിച്ചിട്ട് ആയത്തുകൾ പറയുന്നു. അപ്പൊ മസീഹ് മൗഊദ് ഫലമാ തൗഫത്തിന് ആയത്ത് വന്നു. ആ തോഫക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ട് എടുക്കാനുള്ള അർത്ഥം മസീഹ് മൗഊദ് വേറൊരു ആയത്തോടി വന്നു. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ ബയ്യത്ത് ചെയ്തു. അപ്പൊ ആൾക്കാർ, പുറത്തിരിക്കുന്ന ആൾക്കാർ പറയണം, ഇപ്പൊ മീർദാസൈനെ തൗവ ചെയ്യിപ്പിച്ച് കൊണ്ടുവരും, അതാണ് അവിടെ നടക്കുന്ന വർത്താനം എന്ന് പറഞ്ഞു. ഇത്ര നേരം വർത്താനം പറയുന്നത് കാരണം അതാണ്. രണ്ടാമത് ജഹലമിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ബയ്യത്ത് ചെയ്തിട്ട് ചെല്ലുന്ന എല്ലാവരും പറഞ്ഞു. ഇറങ്ങിയ ഉടനെ അദ്ദേഹത്തെ കിട്ടാവുന്നതൊക്കെ എടുത്തിട്ട് അടിച്ച ആൾക്കാർ. അവർ ബയ്യത്ത് ചെയ്ത അവരുടെ വലിയ പണ്ഡിതനാണെങ്കിലും അതിനുശേഷം അദ്ദേഹം ബോധം കെട്ട് വീഴുന്ന സമയത്ത് തീരെ അവശനായി കിടക്കുമ്പോൾ അവിടുന്ന് വേറൊന്നും കിട്ടാല്ല, ചാണകം വാരി വായിലിട്ട് കൊടുത്ത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞെന്താ അറിയാം, ഓ ബുർഹാനുദ്ദീൻ, നിന്റെയൊക്കെ ഭാഗ്യം, കാലത്തിന്റെ മസീന് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ത്യാഗം ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മഹാനാണ്. ഞാനത് പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങനെ തന്റെ ഭാഗ്യത്തെ കണക്കൂട്ടിയ ഒരു മനുഷ്യൻ. മസീഹ് മൗഊദ് തഖ്വയെ കുറിച്ച് ഉപദേശിച്ചപ്പോൾ ഇദ്ദേഹം ഉപദേശം കഴിഞ്ഞപ്പോൾ തേങ്ങലടിച്ച് കരയിൽ തുടങ്ങി. അപ്പൊ എന്താന്ന് ചോദിച്ചു മസീഹ് മൗഊദ് ചോദിച്ചപ്പോൾ പറഞ്ഞേ, പഞ്ചാബിയാണ് അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹം പഞ്ചാബിലാണ് കൂടുതൽ പറയുന്നത്. അപ്പൊ ഞാൻ അഹ്ലെ ഹദീസായി, ആദ്യം സുന്നിയായിരുന്നു, അഹ്ലെ ഹദീസായി. അങ്ങനെ റസൂലുള്ളാഹിന്റെ സന്ദേശം ലോകത്തോട് എത്തിക്കണം എന്നുള്ള ആവേശത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് അടി വാങ്ങിയിട്ടുണ്ട്. അവസാനം നിങ്ങൾ വന്നപ്പോൾ ഞാൻ അതന്വേഷിച്ച് വന്ന് അവിടുന്ന് അതുമായി. ഇപ്പൊ ഒരു നബിനെ അംഗീകരിച്ച് ഫിർവി മേ ചുഡൂദ ചുഡൂയി രേഖയാണ്. ചുഡൂദ ചുഡൂദി രേഖ എന്ന് പറഞ്ഞ സാധനത്തിനർത്ഥം ഒന്നിനും കൊള്ളാത്ത ഒരു സാധനം. അത് അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ ഉള്ളത്. ഇതാലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം വന്നത്. അപ്പൊ അത്രയും വലിയ മഹാന്മാര് മസീഹ് മൗഊദിനെ അംഗീകരിച്ചതിന് ശേഷം മസീഹ് മൗഊദിന് കിട്ടേണ്ട കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സതായിരുന്നു. ആ ഒരു മനസ്സായിരിക്കും അവരെ അള്ളാഹുവിന്റെ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹു തൃപ്തിപ്പെട്ടവരെന്ന് അള്ളാഹ് സർട്ടിഫൈ ചെയ്ത ആളുകളിലേക്ക് എത്തിച്ചത്. ഇത് ഞാൻ ഈ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു കൊട്ടേഷൻ
ആത്മസംസ്കരണത്തെ കുറിച്ച് മുഹമ്മദ് പറഞ്ഞത് താൻ എടുത്തുദ്ധരിച്ചത് വായിച്ചു കേൾപ്പിക്കാം. तज़किया नफ्स उसे कहते हैं कि खालिक और मखलूक दोनों तरफ के हुकूक की रियायत करने वाला हो. തസ്കിയ നഫ്സ് ആത്മസംസ്കരണം എന്ന് പറയുന്നത് ഖാലിഖും മഖ്ലൂഖും, സൃഷ്ടിയും സൃഷ്ടാവും, അതായത് നമ്മളും നമ്മുടെ സൃഷ്ടാവായ അള്ളാഹും തമ്മിലുള്ള കാര്യങ്ങളെ, പരസ്പരമുള്ളൊരു ബന്ധത്തെ, അതിന്റെ അവകാശങ്ങളെ പൂർണ്ണമായിട്ടും പരിഗണിക്കുന്ന ആളായി തീരുക എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം. റബ്ബ് നമ്മളെ പടച്ച്, നമ്മൾ റബ്ബിനെ പടച്ചിട്ടില്ല. അപ്പൊ റബ്ബ് പടച്ചത്, റബ്ബ് എന്താണോ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നത് അതേപോലെ ആയിത്തീരുക, ഇതാണ് സംസ്കാരം. അവന്റെ പ്രതീക്ഷ അനുസരിച്ച് ഇപ്പൊ നമ്മളൊരു വസ്തു ഉണ്ടാക്കിയാൽ അത് നമ്മൾ വിചാരിച്ച മാതിരി ഓടണമല്ല, അല്ല നമുക്കിട്ട് കാര്യമില്ല. നമ്മൾ മേശ ഉണ്ടാക്കുന്ന ഒരു ആശാരിയാണെങ്കിൽ മേശന്റെ ഉപയോഗം നടക്കണം, അതുവരെ അയാൾക്ക് പ്രശ്നം ഉണ്ടാവും. ഇതേപോലെ അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ചത് എന്തൊരു ലക്ഷ്യത്തിൽ സൃഷ്ടിച്ചത് അള്ളയാണെങ്കിൽ വേറെ ആരെങ്കിലാണ് പോയിക്കോട്ടെ, അള്ളയാണ് സൃഷ്ടിച്ചത് എന്ന അവബോധം നമുക്ക് ഉണ്ടാകുമ്പോഴേ ആ അള്ളാഹ് എന്താണോ നമ്മളൊന്ന് പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് റിയായത്ത് കർണം, അതായത് പക്വതയോടുകൂടി ആ കാര്യങ്ങളെ പര്യാലോചിച്ചുകൊണ്ട് അതിന്റെ അവകാശങ്ങളെ കൊടുക്കുക. ഇതാണ് ആത്മസംസ്കരണത്തിന് മസീമത് കൊടുക്കുന്ന നിർവചനം. അതില് मसीमद वरना खुदा ताला का हक यह है कि जैसे जबान से वादा ला शरीक उसे माना जाए, ऐसा ही अमली तौर पर उसे माने. അത് ഒന്ന് അള്ളാഹുവിനോടുള്ള ഹക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വഹദഹു ലാ ശരീക്ക്, അള്ളാഹു ഏകനാണ്, അവന് വേറെ പങ്കുകാരില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണോ പറയണത് അതേപോലെ അങ്ങനെ തന്നെ ആക്കുക. അതിൽ ചെറിയൊരു കാര്യം പറയാം, മസീമത് പറഞ്ഞ കാര്യം. അപ്പൊ നമുക്കൊരാളൊരു ഉപകാരം ചെയ്യുന്നപ്പോൾ നമ്മൾ ജസാക്കുമുല്ലാന്ന് പറയും, അല്ലെ താങ്ക്സ് പറയും. ആ ഒരു ശിർക്കാണ്, ശിർക്കിന്റെ ചെറിയൊരു ഭാഗം പറ്റി എന്ന് മസീമത് പറയും. ആ സമയത്ത് അൽഹംദുലില്ലാഹി ജസാക്കുമുള്ള, അള്ളാഹുവിന് സർവസ്തുതിയും, അള്ളാഹു നിങ്ങൾക്ക് നന്ദി പറയണം. അതായത് അത് ആദ്യം തന്ന ആൾ അള്ളയാണ്. അള്ളാഹിനെ കുറിച്ച് ഓർത്തിട്ട് പിന്നെയാണ് അയാൾക്ക് നന്ദി പറയുന്നത്. അതാണ് ആത്മീയമായിട്ടുള്ള പദവിയിലെത്തുന്ന ആളുകൾ പരിഗണിക്കുന്നത് മറ്റൊരു ഉപകാരത്തെന്ന് മസീമദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയും. അപ്പോൾ ആ നിലയിലാണ് അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. നമ്മളെല്ലാ സ്ഥലത്തും നമ്മുടെ റബ്ബാണ് നമുക്ക് ചെയ്യുന്നത്, ഏകനായ റബ്ബ്, രണ്ടാമത്തെ ഒരാളില്ല നമുക്ക് ചെയ്തു തരാനുള്ള സംഗതിയോ നമ്മളോട് നല്ല പരിഗണിക്കാൻ നമ്മളെ സംരക്ഷണം തന്നെ നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള എന്തെങ്കിലും ഒരു വാതകം പൊട്ടിത്തെറിച്ചാൽ മതി നമ്മളെ പണി ചെയ്യാൻ. നമ്മൾ ഓട്ടുന്ന വണ്ടിയുടെ ഏതെങ്കിലും ഒരു സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാൽ മതി കഴിയാൻ. നമ്മളത് വേണ്ട, മറ്റവൻ്റെ ഇളകിയാലും മതി. നമ്മളെ കണ്ണിൽ കാണുന്നത് ഒരു ചെറിയ മിന്നലുണ്ടായാൽ മതി, സംഗതി പ്രശ്നമാണ്. അപ്പൊ ഇത്രയും ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന അള്ളാഹ് മാത്രമാണ്, വേറെ ഒരുത്തനുമല്ല എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് വഹദഹു ലാ ശരീക, അവൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് പ്രവൃത്തിയിൽ കൂടെ കാണുക. മഖ്ലൂക്ക് സാത്ത് ബറാബർ ന കിയാ ജായ, അതിനെ മഖ്ലൂക്കിന്റെ കൂടെ അള്ളാഹിനെ കൂട്ടി ചേർക്കണം. അത് അള്ളയും മഖ്ലൂക്കും ഒരേ മാതിരിയാണ്, അള്ളാഹിന്റെ സൃഷ്ടികളും അള്ളയും ഒരേ മാതിരിയാണ് എന്നുള്ള നിലയിൽ വരുന്നത്. അള്ളാഹിനെ വേറെ തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ കാണും. അതില് ലഡു തിന്നൊരു മഹാനെ കുറിച്ചിട്ട് മസീമത് പറയുന്നുണ്ട്. ലഡു തിന്നുമ്പോൾ ഓരോ കഷ്ണം എടുത്തിട്ട് വായിലിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ശിഷ്യന്മാര് വെച്ച് മദ്ഹർ ജാനേജാൻ എന്ന് പറഞ്ഞ ഡൽഹിയിൽ ഉണ്ടായിരുന്ന വലിയൊരു വലിയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കരയണക്ക് ലഡു പറ്റിയില്ലെന്ന് വെച്ചത്. അപ്പൊ അത്ര ഞാൻ ആലോചിച്ചതല്ല, ഈ ഒരു ലഡുവിലുള്ള ഒരു ദാന, ഒരു ചെറിയൊരു ചോളത്തിന്റെ മണി, അതിനുവേണ്ടി ഒരു കർഷകൻ എത്ര വെയിൽ കൊണ്ടിട്ടുണ്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചക്കിയിലിടലോ അതിനെ എടുക്കലോ ഈ വിധത്തിൽ കൊണ്ടുവന്ന് അതിലെ ശർക്കര, അതിനുവേണ്ടി എത്ര കർഷകന്മാർ എത്ര അടങ്ങാറാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പടച്ചോ എന്തിനാ ചെയ്യിച്ചത്? മദർ ജാനേജാൻ ഒരു ലഡു തിന്നതിന്റെ ടേസ്റ്റ് കിട്ടാൻ വിചാരിച്ചു. അത് ആലോചിച്ചപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളെ അള്ള എങ്ങനെയാണ് പരിഗണിക്കുന്നത്, എൻ്റെ മനസ്സിന്റെ സമാധാനത്തെ അള്ള എങ്ങനെയൊക്കെ പരിഗണിച്ചെന്ന് ആലോചിച്ച് കരഞ്ഞുപോയതാണ്. ഇതാണ് അള്ള മാത്രമേ ഉള്ളൂ, വഹദഹു ലാ ശരീക, അവൻ മാത്രമാണ് ഏകൻ, വേറെ ആരും അവന് പങ്കുകാരില്ല എന്നുള്ള അവസ്ഥയിൽ പ്രവൃത്തിയിൽ വരും. വിശ്വാസത്തിൽ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ പ്രവൃത്തിയിൽ വരാം. അത് വരുന്നവരെ യഥാർത്ഥ രസം കിട്ടില്ല, നമുക്ക് ആത്മസംസ്കാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇതിന്റെ മെയിൻ അതിന്റെ പോയിന്റ് കിടക്കുന്ന അവിടെയാണ്. നമുക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ റബ്ബാണ് എന്നുള്ള ഒരു പ്രവൃത്തിയിൽ നമ്മുടെ ഇതിൽക്കൊണ്ട്. മറ്റേ ഇൽമിയാണ്. ഇൽമിപ്പോ ഈ ചായ കുടിച്ചാൽ സമാനം കിട്ടും എന്ന് വിചാരിച്ച് കുടിക്കാം. ഇവിടെ കുടിക്കാതെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല.
വർത്താനം പറയാൻ സുഖം ഉണ്ടാവും, അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് നമുക്ക് ഉറക്കം പോകും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മുഷിപ്പില്ലാതാവുന്ന വിവരം എല്ലാവർക്കും ഉണ്ട്. ചായ കൊടുന്ന് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവച്ചിട്ട് പിന്നെ കുടിക്കേണ്ട ആവശ്യമില്ല, വിവരമുണ്ട്, കുടിച്ചിട്ടില്ലെങ്കിൽ കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ അത് വിവരം എന്നുള്ള കാര്യം ഒരു കാര്യമല്ല, വിവരം ഉണ്ടായിട്ട് അത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമുള്ള കാര്യം. അപ്പൊ പ്രവർത്തന രൂപത്തിൽ അല്ലാഹു വഹദഹു ലാ ശരീക്കാണ്. ഈവൻ നമ്മളെ കുട്ടിയുടെ ഇപ്പൊ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന, ചെറിയവർക്ക് ഉണ്ടാകുന്ന, നമ്മളെ മക്കളുണ്ടാവും, ചെറിയ കുട്ടിയാണോ, ഞാൻ ബാച്ചിലേഴ്സിന് എല്ലാവർക്കും മറ്റൊരു ഏതായാലും ഇവിടെ അനുഭവിക്കാം. സാധാരണ വീട്ടിൽ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ കുട്ടികളാകുമ്പോൾ ഭയങ്കര ടെൻഷനും പ്രശ്നവും ക്ഷീണവും ഒക്കെ ആയിട്ട് വന്ന് കയറിയാലും കയറി കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല, അവർ സീരിയസ് ആയിട്ട് വേറൊരു കാര്യത്തിലാണ് വാപ്പ വരുന്നുണ്ട് വിചാരിച്ച് കാത്തിരിക്കാണ്. അപ്പൊ അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത കുട്ടികളോട് തല്ലിവിടും, അത് വേറെ കാര്യം. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യണം, അവർ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആ ബുക്ക് അതെടുക്കും ഇതെടുക്കും മറ്റെടുക്കും, അവർ നമ്മളെ പിടിച്ചു വാങ്ങണ്ടായാലും അവർ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതാണ് അവർ കരയാൻ കാരണം. അപ്പൊ ആ കുട്ടികൾ വന്ന് നമ്മുടെ നെഞ്ഞത്ത് കയറും, മേലെ കയറും, തല പിടിച്ച് വലിക്കും, അവിടുന്ന് വലിക്കും, വന്ന നമ്മൾ കൊണ്ടുപോയതൊക്കെ എടുത്ത് വലിച്ചെറിയും. ചിലപ്പോൾ കുട്ടികൾ അവരെ കാക്കയും പൂച്ചയും കഥ പറയും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള പിതാവിനൊരു സമാധാനം കിട്ടും. എത്രയോ ക്ഷീണിച്ച് എന്തെന്നെ വന്നാലും ഈ കുട്ടികളെ കുത്തിമറിഞ്ഞ് മേത്തുകൂടി ഞാനൊക്കെ സാധാരണ നിലത്താണ് കടന്നു കൊടുക്കലായിരുന്നു. കാരണം പുറത്ത് കിടന്നാൽ പിന്നെ അറ്റം വെഞ്ചുമ്പ കയറും, അവിടെ കയറും, നിലത്ത് കുറച്ചു നേരം കടന്നു കൊടുത്ത് അവർ കുത്തിമറിഞ്ഞെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സമാനമാവും. എന്നാൽ അവരാണ് പോകുമ്പോൾ ഞാൻ നീച്ചു പോലാണ്. പക്ഷെ അതിൽ നമുക്കൊരു സമാനമുണ്ട്, എല്ലാ ടെൻഷനും ഇല്ലാതെയാവും. അത് അനുഭവിക്കുമ്പോൾ ഒരു കുട്ടി ചിരിക്കുമ്പോൾ ആ മുഖത്ത് എൻ്റെ റബ്ബ് എൻ്റെ കുട്ടിയുടെ മുഖത്ത് ചിരി വെച്ച്, അത് മുച്ചിരിയാണെങ്കിലോ, ചെറിയ പൊട്ടിയ ചിരിയൊക്കെ ഉണ്ട് ചില ആളുകൾക്ക്, അതാണെങ്കിൽ ആ ചിരി കാണുമ്പോൾ നമുക്ക് സങ്കടമല്ല ഉണ്ടാവുക. അതേ സമയത്ത് അത് യഥാർത്ഥ ചിരി ആയതുകൊണ്ടാണ് നമുക്ക് സമാധാനമുള്ളത്. അത് തന്ന റബ്ബാണ്. ഇങ്ങനെ ഓരോന്നിനെയും കാണാനുള്ള ഒരു കഴിവ്. ഒരു മഹദി സാബിയുടെ ഭാര്യയായിരുന്നു, പക്ഷെ സാബി ആയിരുന്നില്ല, റബ്ബോയിലുണ്ടായിരുന്നു. അവര് പിന്നെ പേര് ഞാൻ മറന്നുപോയി. കണ്ട ഒരു മുറബിയാണ് എന്നോട് പറയുന്നത്, ഹാജ സൈമത്തെ ഇവിടുത്തെ പിന്നെ ഷാബ്ദയിൽ മുബല്ലിയായിരുന്ന മുറബി. അപ്പൊ അദ്ദേഹം പറയണേ, നിസ്കരിക്കുമ്പോഴേ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു മുസല്ല ഇട്ടിട്ട് പോകും. എന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ കൈയോട് കഴുകാതെ വന്നിട്ട് സുജൂദ് ചെയ്യും. എന്നിട്ട് പറഞ്ഞു, റബ്ബേ ഈ ഭക്ഷണം കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് നീ തന്നു. ഇത് കിട്ടിയിട്ട് അതിന്റെ ടേസ്റ്റ് അറിയാൻ പാടില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്, എനിക്ക് ആ ടേസ്റ്റ് തന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും അത് കഴിക്കാൻ പറ്റാത്ത, രോഗങ്ങൾ കാരണം കഴിക്കാൻ പറ്റാത്ത എത്ര ആളുണ്ട്. നീ എന്നോട് ചെയ്ത കരുണ എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്ത ശേഷം പോയി കൈ കഴുകല. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരവബോധം, അത് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും തങ്ങി നിൽക്കുക. അതിനെയാണ് റൂഹാനിയത്ത് എന്ന് പറയുന്നത്. മറ്റു പ്രവൃത്തിയൊക്കെ അഖ്ലാഖ് എന്ന് പറയും. നല്ല പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊന്ന് വേറെ, അഖ്ലാഖ് വേറെ, റൂഹാനിയത്ത് വേറെ. സൽ സ്വഭാവം, സൽ പ്രവൃത്തി ഇത് വേറെ, റൂഹാനിയത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇത് രണ്ടും കൂടി കൂടിയിട്ട് സമ്മിശ്രമായിട്ട് റൂഹാനിയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുക, അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം എല്ലാ കാര്യത്തിലും ഉണ്ടാവുക. അതേകൂടെ തന്നെ നമ്മുടെ പ്രവൃത്തിയിൽ നല്ലത് വരുകൊണ്ട് ചെയ്യുമ്പോൾ അഖ്ലാഖും റൂഹാനിയത്തും കൂടി കൂടിയിട്ടുള്ള ഒരു സമ്മിശ്രം, ഒരു മിശ്രിതം, അതാണ് ലൈഫിന്റെ യഥാർത്ഥത്തിലുള്ള എൻജോയ്മെന്റ്. അത് കിട്ടിയ ആൾക്കാരും ഇവിടെ വേവലാതിപ്പെട്ടിട്ടില്ല. കിട്ടിയ ആൾക്കാരും വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പിന്നെ അവലാതികൾ ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ദുഃഖങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു പ്രത്യേക ലോകത്താണ് ജീവിച്ചിരുന്നത്. അതാണ് വാസ്തവത്തിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന സഹാബത്ത് അനുഭവിച്ചത്. അത് അവരുടെ ചരിത്രം തന്നെ വായിക്കേണ്ടതാണ്. ചില ആളുകളൊക്കെ ഞാനിങ്ങനെ പോവുകയാണ്, അപ്പൊ ഇങ്ങനെ പ്രശ്നത്തിൽ വന്നു, അപ്പൊ അള്ളാഹ് ഇൽഹാം ഇറക്കി, അപ്പൊ ഞാൻ അത് അതെന്താ ചെയ്യാന്ന് വിചാരിച്ച അടങ്ങറായി. അപ്പൊ അള്ളാഹ് വീണ്ടും ഇൽഹാം ഇറക്കി. ഇൽഹാം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു ലോകത്ത്, അത് ഒരു വല്ലാത്ത ലോകമാണ്. മുസ്ലിമിന്റെ സഹാബത്തിൽ പലരും അങ്ങനെയാണ്. പലരും എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ അങ്ങനെയാണ്. അതിൽ ചില ആൾക്കാർ പറയുന്നത്, ഇപ്പൊ രാവിലെ ജലസസാലനൊക്കെ പോയിട്ട് പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, ഞാൻ മസീഹ് മൗഊദിന്റെ കാലത്ത് മസീഹ് മൗഊദിന്റെ കൂടെ നടന്നപ്പോൾ കണ്ട കുറെ മലക്കുകളുണ്ട്. അവരെന്ന് രാവിലെ അവിടെ വെച്ചിട്ട് ഞാൻ കണ്ട്, മസീഹ് മൗഊദ് മാത്രമല്ല മലക്കിനെ കണ്ട്. ഒരാൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും പറയണത്, ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കും മസീഹ് മൗഊദിന്റെ അടുത്ത് വന്നിരുന്നിട്ട് ആമീൻ പറയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ദുആ നെട്ടിയതാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറെ ആൾക്കാര് ഒക്കെ സാധാ മനുഷ്യന്മാരായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് വലിയ പിന്നെ മൂല്യരായിട്ട് മറ്റല്ല.
അതിലധികം ആൾക്കാർ വക്കീൽമാരായിരുന്നു, ഡോക്ടർമാരായിരുന്നു, സൂപ്രണ്ടന്റായിരുന്നു, പിന്നെ ചെയർമാൻമാരായിരുന്നു പല കമ്പനിയുടെ. മസീമോദ് തന്നെ ആ കാലത്ത് കാനേഷ്മാരി കൊടുക്കുമ്പോൾ പറയണ്ടേ, എന്നെ ഈ അടുത്ത കാലത്ത് എന്നെ വിശ്വസിച്ചിട്ട് കുറെ ആൾക്കാരുണ്ട്, എന്റെ ജമാഅത്തിൽപ്പെട്ട ആൾക്കാർ, അവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അധികം ആൾക്കാരും, വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അധികം ആൾക്കാരും. ആ കാലത്തുള്ള വലിയ വലിയ ആളുകളാണ്, പഠിച്ച, അതായത് ഈ സാധാരണ ഭൗതികമായ വിവരം കൂടി ഉള്ളതിൽ വലിയ ആൾക്കാരായിരുന്നു ഈ പറയുന്ന ആൾക്കാർ. നമ്മൾ താടി മീശ കാണുമ്പോൾ എന്താലാക്കാമെന്ന് വിചാരിച്ചു പോകും, ഏതോ മൂല്യർ, അങ്ങനെയല്ല. അവര് മീർ മുഹമ്മദ് സാഹിബ് ഡോക്ടറാണ്. അതേപോലെ വലിയ വലിയ ആളുകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം അവരിൽ ഇപ്പം ഞാൻ ഒരു ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കയറണം. കാരണം അതിൻ്റെ ഒരു പിന്നെ പശ്ചാത്തലം നമ്മൾ എവിടെയാണ് നമ്മളിരിക്കുന്നത് പറയാതെ പോയിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കപൂർത്തല ജമാഅത്ത്, കപൂർത്തലക്കുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ മസീമോദിന്റെ മുമ്പത്തെ പിതാമഹന്മാർ വന്ന് ബ്രിട്ടീഷുകാർ അവരുടെ സാധനങ്ങളൊക്കെ പിടിച്ചിറക്കി. അപ്പൊ അവർ തൽക്കാലം പോയി താമസിച്ചത് കപൂർത്തലയായിരുന്നു മസീമോദ് ഉണ്ടാവുന്നതിന്റെ മുമ്പ്. പിന്നെ രണ്ടാമത് തിരിച്ചു കിട്ടിയപ്പോഴാണ് ഇസ്ലാംപൂർ ഖാസിയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ കപൂർത്തല മസീമോദിന്റെ കുടുംബപരമായിട്ട് തന്നെ പണ്ട് ബന്ധമല്ല. കപൂർത്തല ജമാഅത്ത് സ്വർഗത്തിൽ എന്റെ കൂടെ ഉണ്ടായിരിക്കുന്നു മസീമോദ് പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള ആളുകളിൽ ഒരു പിന്നെ കുതിര പട്ടാളത്തിന്റെ ഒരു വലിയ കേന്ദ്രം ബ്രിട്ടീഷുകാരുടെ, അതിന്റെ MD ആയിട്ടിരുന്ന ഒരാൾ, ആ കാലഘട്ടത്തിൽ MA പഠിച്ച ആളാണ്. അത് അറബിയിലും ഇംഗ്ലീഷിലും MA ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ട ഒരു സാധാ മുസ്ലിയരാണ്, താടിയൊക്കെ വെച്ചിട്ട് പാടിയ വെച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള നല്ല പഠിച്ച അതേപോലെയുള്ള ഒരു സ്റ്റാൻഡേർഡിലുള്ള ആളുകളും അതേപോലെ പഠിക്കാതെ സാധാരണ ആൾക്കാരും അഹമ്മദികൾ ഒരു 5-6 ആൾ എല്ലാ ദിവസവും വൈകുന്നേരം വരും. അദ്ദേഹത്തിന് വലിയ വില്ലയാണ്, എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. അവിടെ ഇരുന്നിട്ട് ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മസീമോദിനെ വരെ ഓരോരുത്തരും പോകുമ്പോൾ കണ്ടതും, മസീമോദ് കൈയെടുത്ത് വെച്ചതും, ഭക്ഷണം കഴിച്ചതും, സംസാരിക്കുമ്പോൾ കണ്ട മാറ്റങ്ങളും, അങ്ങനെ മസീമോദിനെ കുറിച്ചുള്ള വിവരണങ്ങൾ ഓരോരുത്തർ, ചിലപ്പോൾ ഈ 5 ആളും പോയി കണ്ടതേക്കാരം ഒരാൾ പറയുന്നത്, അപ്പോഴും 5 ആളും കേട്ടിരിക്കുന്നു. എന്നിട്ട് ഒരാൾ വിട്ടിട്ട് അല്ല അപ്പൊ ഇങ്ങനെയും കൂടി ഉണ്ടായില്ലെന്ന് ചോദിക്കും. അപ്പോൾ ഒരാൾ അല്ല ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ഇടയിൽ ഉണ്ടായില്ലെന്ന്. അപ്പൊ ഈ സ്നേഹമുള്ള ആളെ കുറിച്ചിട്ട് പറയാനുള്ള ഇമ്പാണ്. അങ്ങനെ ഒരു ദിവസം പറഞ്ഞത് തന്നെ 10 പ്രാവശ്യം അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കുറെ കഴിഞ്ഞാലും ദുരസമീനിലെ മസീമോദിന്റെ പദ്യങ്ങൾ ഏതെങ്കിലും ചൊല്ലും, എല്ലാവരും ഇരുന്ന് കരയും. അങ്ങനെ ഇഷ കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകും. മാരി വിഷന്റെ ഇടയിൽ അവരെ സുഹൃതായിരുന്നു. വലിയ വലിയ പണ്ഡിതന്മാരും വലിയ വലിയ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെയാണ്. പക്ഷെ അവരുടെ മസീമോദായിട്ടുള്ള ഇഷ്ക്, അതുകൊണ്ടാണ് അവര് ഈ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിയത്. അവർ ഇൽഹാം ഉണ്ടാകുന്ന ആളാണ്. അവർ കഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. അവർ പ്രശ്നത്തിൽ പെട്ട ഉടനെ പടച്ചോ നേരിട്ട് പറയണേ ഇന്നത് ചെയ്തോ. ഉലാസ രാജയ്ക്ക് പറയുന്നവർക്ക് ഞാൻ പോകുമ്പോൾ വലിയ 2 നായ്, എനിക്കാണെങ്കിൽ ജീവിതത്തിൽ ആദ്യം പേടിയുള്ള പാമ്പിനി നായനെയാണ് പറഞ്ഞു. നായനെ കണ്ടപ്പോൾ അന്തം വിട്ട് നീ എന്താ ചെയ്യാൻ അറിയില്ല, 2 നായും കടിക്കാൻ നിൽക്കാണ്. അപ്പൊ ഇൽഹാം ഉണ്ടായി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലിയുൽ അദീം ചെല്ലാൻ പറഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അലിയുൽ എന്ന് പറയുമ്പോൾ 2 നായും കൂടി ഇങ്ങനെ നോക്കി നിന്നിട്ട് 2 വയ്ക്കാൻ ഓടി, ഒറ്റ ഓട്ടം 2 വയ്ക്കാൻ ഓടി. ഇത് ഒരു കാലത്തേക്കുള്ളതല്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. കോയമ്പത്തൂർ ജമാഅത്തിൽ അത്ഫാലിങ്ങളോട് ഞാൻ പറഞ്ഞു നിസ്കരിക്കാൻ സുബഹിക്ക് അവർ 4 മനസ്സിൽ വരാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞു ഇത് ചെല്ലിയാൽ മതിയാണ്, ഹോട്ടൽ നിറച്ച് തെരുവണിക്കളാണ്. പിറ്റേന്ന് ഏതെങ്കിലും ഒരു കുട്ടിനെ നായ അടിച്ച് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം കുട്ടികളെ സ്വിപ്പാക്കി വിട്ടുന്ന പറയാം. ഞാനും ദുആ ചെയ്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്, വരണം എന്ന് പറഞ്ഞില്ല, പേടിയോണ്ട് തന്നെ പറയായിരുന്നു, കാരണം നമ്മൾ തലയിൽ ഇത്ര വരാൻ പാടില്ലല്ലോ. ഇങ്ങനെ നായ ചൊല്ലിയാൽ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചൊല്ലി നോക്കിയെന്ന് വന്നു നോക്കിയെന്നാണ്. 3 കുട്ടികൾ ചെറുപ്പത്തിൽ, വളരെ ചെറിയ കുട്ടികൾ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി, കുട്ടികളായി എന്തെങ്കിലും കിട്ടിയാണല്ലോ, പൂരം കിട്ടിയ മാതിരിയല്ല. സുബൈക്ക് നീച്ചിട്ട് ഇതും ചൊല്ലിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, നായ്ക്കൾ നീച്ചിങ്ങനെ പോകുന്നുണ്ട്. നായ്ക്കൾ റോട്ടിൽ കിടക്കലാണ്, ഇവരിത് ചൊല്ലിക്കൊണ്ട് വരുമ്പോൾ നായ്ക്കൾ അങ്ങനെ നീച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ വന്നിരുന്നു. അവർ നായ അടിച്ചില്ല. അതേ സമയത്ത് അവിടെ ബാങ്ക് കൊടുക്കാൻ വന്നൊരു ചെങ്ങാന് നായി അടിച്ചിട്ട് സൈക്കിളൊക്കെ ഇട്ട് വേണ്ടിയിട്ട് പുറത്ത് പോയിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ അവിടെ വെക്കണമെന്ന് ചോദിച്ചാൽ തുണി തരുന്നതാണ്. തുണിയില്ല. അമ്മാരി നായ്ക്കളുള്ള, ആ കഥ പറയണതാണ് വെച്ചാൽ അമ്മാരി നായ്ക്കളുള്ള സ്ഥലത്താണ് ഈ കുട്ടികൾ അന്ന് ഇറക്കിയ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതും നായ്ക്കളും മാറുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ നടന്നിരുന്ന ഒരു വിഭാഗം ആളുകൾ, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിലുള്ള ഒരാൾ. അവിടെ MA 4 കോടി ആൾക്കാർ വയ്യത്ത് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഹുസൂറുദ് വിളംബരം ചെയ്യാണ്. കോഴിക്കോട് നമ്മൾ ലൈവ് ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ MA അവിടെ നിന്ന് പറഞ്ഞു അതിൽ നമ്മളെ 27 ഉണ്ട് കേട്ടോ. അപ്പോൾ വാസ്തവത്തിൽ അത് തമാശയാണ് അദ്ദേഹം പറഞ്ഞെങ്കിലും നമ്മൾ പിന്നെ ഈ പറയുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ അള്ള പറഞ്ഞ കൂട്ടത്തിലാണ്.
നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ബുർഹാനുദ്ദീൻ്റെ ഇൽമി പോലുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. നമുക്ക് അതിൻ്റെ ആ ഭാഗത്തേക്ക് തിരിയുമ്പോഴേ രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, അള്ളാഹുവിനോടുള്ള ആ റുഹാനിയത്തിന്റെ ബന്ധവും മറ്റ് ആളുകളോടുള്ള ബന്ധവും. അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിനോടുള്ള ബന്ധം എന്ന് പറയുമ്പോഴേ അള്ളാഹുവിനോടുള്ള ബന്ധത്തെ തകർക്കുന്ന, അതല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലാണ് അള്ളാഹ്ക്ക് ബന്ധം, ഹൃദയത്തെ കേടുവരുത്തുന്ന ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഹൃദയത്തെ കേടുവരുത്തുന്ന ഒരൊറ്റ ഇത് പറയാം. രാവിലെ നിസ്കരിക്കാൻ എണീക്കുമ്പോൾ ഇടങ്ങേറുള്ള ഒരു കാര്യം രാത്രി നമ്മൾ ചെയ്യാതിരിക്കും. നിസ്കരിക്കുമ്പോൾ നമുക്ക് വന്നിരുന്ന കരച്ചിൽ നിർത്തുന്ന ഒരു പരിപാടിയും നമ്മൾ ചെയ്യാതിരിക്കും. അതിന് അതിൻ്റെ തെളിവ്. ഞാൻ എൻ്റെ അനുഭവം പറയാണ്. ഈ ഉറുദു സർവീസിലെ ഓൾ ഇന്ത്യ റേഡിയോന്റെ ഉറുദു സർവീസിലൊരു ഫർമായിഷി ഫിൽമി നസ്മി എന്നുണ്ട് സാധനം വരും. എനിക്കൊന്ന് ഫിലിമിനെ കുറിച്ചൊന്നും അറിയില്ല, പക്ഷെ എൻ്റെ കവിതനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് രാത്രി 10:30 മുതൽ 11:25 വരെയാണ്. അത് കേൾക്കണമെങ്കിൽ സൂപ്രണ്ടിനെ വെട്ടിക്കണം, എല്ലാവരും വെട്ടിക്കണം. പക്ഷെ റേഡിയോയിലാണ്, റേഡിയോ ഒക്കെ അനുവാദമില്ല. പക്ഷെ എങ്ങനെയും അത് കേട്ടിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. പക്ഷെ അത് എന്ന് കേട്ടോ അന്ന് തഹജ്ജുദ് കഴിഞ്ഞിട്ടില്ല. കാരണം അത് വലിച്ചെറിയാൻ കാരണം, റേഡിയോ വലിച്ചെറിയാൻ ഒരു കാരണം അതാണ്. ഈ വണ്ടരം വേണ്ട എനിക്കെന്ന് വിചാരിച്ചു. കാരണം മുഴുവൻ സൂപ്പാക്കുന്ന സാധനമാണ് വലിച്ചെറിഞ്ഞ് എടുത്തിട്ട് പൊളിച്ചിട്ട് വലിച്ചെറിഞ്ഞ് ഇനി കേൾക്കാൻ തോന്നിയ ഉടനെ തന്നെ പൊളിക്കലാണെന്ന് വിചാരിച്ചു. അപ്പൊ അത് നമ്മുടെ നമസ്കാരത്തെയും നമ്മുടെ ആത്മീയ ലെവലിനെയും തകർക്കുന്ന, അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് കറ ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. മറ്റൊന്ന്, ഇതിനെ കൂട്ടുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഹൃദയത്തിന് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാവാനുള്ള അള്ളാഹിന്റെ ഹക്കതാണ്. അതിനെ തകർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അതിനെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യാം. ഇതാണ് അള്ളാഹുവിനോടുള്ള ഹക്ക്. സൃഷ്ടികളോടുള്ള ഹക്ക് എന്ന് പറയുമ്പോൾ നമ്മളോട് നമുക്ക് ചില ഹക്കുകളുണ്ട്. അലൈക ബിനഫ്സിക ഹഖ് എന്ന് റസൂൽ പറയുന്നു. നിന്റെ നഫ്സിനോട് എനിക്ക് ഹക്കുണ്ട്. നമ്മളതിന് ഭക്ഷണം കഴിക്കണം, നമ്മൾ അതിനനുസരിച്ച് വ്യായാമം ചെയ്യണം, നമ്മൾ അതനുസരിച്ച് നമ്മളെ ശരീരത്തോട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പം ഒരാൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അത് ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണത്. അള്ളാഹ്ക്ക് കൊടുത്ത നല്ലൊരു ആരോഗ്യത്തിന് അത് തകർക്കല്ലേ. അതേപോലെ നമുക്ക് തന്ന ശരീരത്തിന് അതിൻ്റെ ശരിക്കുള്ള നിലയിൽ നിലനിർത്തുക എന്നുള്ളത് അതിനുള്ള ഒരു ഹക്കാണ്. അത് എന്ത് വില കൊടുത്തിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. അല്ലാത്തത് പാവാണ്. ഇപ്പോ റപ്പായിടമാരി കുറെ തിന്നിട്ട് തടിച്ചിട്ട് പിന്നെ നീച്ചാനും വയ്ക്കാനും ഇടങ്ങറായിട്ടുണ്ട്. പടച്ചോൻ തന്നൊരു തടിയിട്ട് ഒരു കാര്യമില്ല, ചത്തു പോകാനല്ല വേറെ ഒന്നിനും പറ്റില്ല. അത് അടുത്തൊരു കോമഡി ഒരിടത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ ചത്താല് അതിന് ചിക്കൻ 65, ചിക്കൻ തിക്ക, അങ്ങനെ കുറെ പേരുകളുണ്ടായിരുന്നു. മനുഷ്യൻ ചത്താൽ ചവന്നൊരു പേരുള്ളത്. ചിക്കനാണെങ്കിൽ അതിനെക്കാണാൻ വില ഉണ്ടാകും. അപ്പൊ സംഗതി ഒരു വിലയില്ലാത്ത സാധനമാണ് ശരീരം. പക്ഷെ അതിന് വില ജീവിച്ചിരിക്കുമ്പോഴാണ് അത് എത്ര കാലം ജീവിച്ചിരിക്കണം. അത്ര മസീമോന്റെ ഒരു ബന്ധമെന്നറിയാം. ഒരു ഹദീസിലുണ്ട് മസീമോദിന്റെ കാലത്ത് ആയുസ് കൂടും. അതിന് മസീമോദ് കൊടുത്ത വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആളുകൾക്ക്, എന്നിൽ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹു ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പൊ മനുഷ്യന് ഉപകാരം ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ നഫ്സിനോടുള്ള ഹക്ക് പൂർത്തിയാക്കണം. കഴിക്കേണ്ട മാതിരി ഭക്ഷണം കഴിക്കണം, കഴിക്കേണ്ടാത്ത മാതിരി കഴിക്കരുത്. അനാവശ്യമായിട്ട് ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ദോഷമായിട്ടുള്ള ശീലങ്ങളിൽ നിന്ന് കഴിവിന്റെ പരമാവധി കഴിവിന്റെ പരമാവധി അത് നമ്മൾ വിട്ടു നിൽക്കുക. കഴിവുകളൊന്ന് കുറച്ചാണ് വെച്ചേക്കുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ട് നഫ്സിനോടുള്ള ഹക്ക്. മറ്റൊന്ന്, നമ്മളുടെ കൂടെയുള്ള സൃഷ്ടികളോടുള്ള ഹക്ക്. അത് ഉമ്മ മുതൽ തുടങ്ങി അങ്ങനെ കൂടി അയൽവാസി, സമീപവാസി, നാട്ടിലുള്ള എല്ലാവരും ഉണ്ടാവും. അത് ഉമ്മാന്റെ അടുത്തും തുടങ്ങും. അവിടുന്നാണ് തുടങ്ങുന്നത് ഏറ്റവും ആദ്യം റസൂലുള്ളാഹിന്റെ ഭാഷപ്രകാരം. ഉമ്മ, വാപ്പ, ഭാര്യ, മക്കള്, ഞാനത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിലിപ്പോ മൂത്ത സഹോദരനാണെങ്കിൽ വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള വാപ്പയാണ് അയാൾ. ഇളയ സഹോദരനാണെങ്കിൽ മൂത്ത സഹോദരനാണ് വാപ്പാന്റെ സ്ഥാനം കൊടുക്കേണ്ടത്. അള്ള പറഞ്ഞാണ്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പാന്റെ സുഹൃത്തുക്കൾ വാപ്പാന്റെ സ്ഥാനത്തുള്ള ആൾക്കാരാണ്. ഇതൊക്കെ ഹദീസാണ്. ഞാനിതൊക്കെ ഓരോന്നും ഹദീസ് ഉദ്ധരിക്കാത്ത സമയം വന്നിട്ടുണ്ടാകും വെച്ചിട്ടാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു
കുതിരപ്പുറത്ത് പോവാണ്. പെട്ടെന്ന് ഒരു ആറാബിയെ കണ്ടപ്പോൾ ഇറങ്ങി. എന്നിട്ട് ആറാബിനെ കുതിരപ്പുറത്ത് കയറ്റി. അദ്ദേഹം ഒരു പിന്നെ രാജ്യത്തിന്റെ അമീറാണ്, ഗവർണറാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ സാധാരണക്കാരൻ ഇങ്ങനെ വിധത്തിലുള്ള പിന്നെ ഇത് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ പറഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, വാപ്പാന്റെ സുഹൃത്ത് വാപ്പാന്റെ സ്ഥാനത്താണ്, അദ്ദേഹം എൻ്റെ വാപ്പാന്റെ സുഹൃത്തായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ മനുഷ്യരോടുള്ള ഹക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നു. ഒരാളൊരു ഭാരെടുത്ത് വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ഹക്ക് കൊടുക്കാം, അത് കൊടുക്കണോടന്ന്. അതിൽ പിന്നെ പിസ്ക് കാണിച്ചിട്ടോ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചിട്ടോ മടി കാണിച്ചിട്ടോ തളർച്ച കാണിച്ചിട്ടോ കാര്യമല്ല. നമ്മളെ മുമ്പിൽ കാണപ്പെടുന്ന മനുഷ്യന്റെ മുമ്പിൽ നമ്മളെ ചിന്തയിൽ വരുന്ന ആർക്കൊക്കെ എന്തൊക്കെ ഹക്കുണ്ടോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ചെയ്യാം. ഇതാണ് സൃഷ്ടികളോടുള്ള ഹക്ക്.